പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോഴിതാ നിയമസഭയിൽ അതായത് MLA മാർ സത്യവാചകം ചൊല്ലിക്കൊണ്ട് ഇരിക്കുകയാണ്. നിലവിൽ ഏതാണ്ട് 85 MLA മാർ സത്യവാചകം ചൊല്ലിക്കഴിഞ്ഞു. ഇനിയും 140ലേക്ക് എത്തണമെങ്കിൽ സമയമുണ്ട്. 10 മിനിറ്റത്തെ ഇടവേളയാണ് സഭയിൽ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. നാളെയാണ് നിയമസഭയുടെ അടുത്ത സ്പീക്കർ ആര് എന്നതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണ്. ഡെപ്യൂട്ടി സ്ഥാനാർത്ഥിയായി ഷാനിമോൾ ഉസ്മാൻ. ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ തന്നെ വിജയിച്ചു കയറും എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെയാണ് വോട്ടെടുപ്പ് നടക്കുകയും അങ്ങനെ ഒരു സർക്കാർ രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്പീക്കർ തെരഞ്ഞെടുപ്പിലും ഒരു മത്സരം മുന്നോട്ട് വെക്കുന്നു എന്നതാണ് ഇടതുമുന്നണിയുടെയും ഒപ്പം NDAയുടെയും പ്രത്യേകത. ഇവിടെ നമുക്കറിയാം വലിയ മെജോറിറ്റിയോട് കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷ നിരയിലേക്ക് വന്നാൽ അവിടുത്തെ ആകെ അംഗബലം എന്നത് 38 പേരുടേത് മാത്രമാണ്. അതിൽ തന്നെ 3 അംഗങ്ങൾ BJPയിൽ നിന്ന് ഉള്ളതാണ്. ഈ കണക്കുകൾ ആണ് നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പാകട്ടെ സ്പീക്കർ തെരഞ്ഞെടുപ്പാകട്ടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളിയും കോൺഗ്രസിനോ UDFിനോ സൃഷ്ടിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് നിലവിൽ കോൺഗ്രസിന്റെ അംഗബലം എന്നത് 63 എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം അംഗങ്ങളെ കോൺഗ്രസ് ഇത്തവണ സഭയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ കോൺഗ്രസിൽ നിന്നുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണ് ഇത്തവണ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം വരെ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരമുണ്ടാകുമോ, സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ എന്നത് തന്നെയായിരുന്നു ചർച്ചാ വിഷയം. ഇപ്പോഴിതാ മത്സരരംഗത്ത് ഇടതുമുന്നണിയും NDAയും ഉണ്ട് എന്ന് തന്നെ വ്യക്തമാകുന്നു. 3 പേർ ആണ് സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തേക്ക് വരാൻ പോകുന്നത്. ഒപ്പം മുസ്ലിം ലീഗിന് 22 അംഗങ്ങൾ ആണ് ഉള്ളത്. കേരള കോൺഗ്രസിന് 7 അംഗങ്ങൾ കൂടിയുള്ള സഭയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അംഗങ്ങളുടേത് ഉൾപ്പെടെയുള്ള സത്യപ്രതിജ്ഞ ആണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയാണ് എങ്കിലും 102 എന്ന ക്ലിയർ മെജോറിറ്റി ആണ് ഇപ്പോൾ UDFിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ 102 വോട്ടുകൾ നിലവിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ലഭിക്കേണ്ടതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പാണ്, അതിൽ വോട്ടുകൾ അസാധുവാവുകയോ അല്ലെങ്കിൽ പിഴവ് സംഭവിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന സാഹചര്യം കൂടിയുണ്ട്. എങ്കിൽ പോലും നിലവിൽ 102 വോട്ടുകളും തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, ഇപ്പോൾ ഈ സഭയിൽ ഉള്ള അംഗങ്ങളിൽ വലിയ ശതമാനവും പുതുമുഖങ്ങൾ ആണ് എന്നതാണ്. അതായത് UDFിൽ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നിയമസഭാ സാമാജികരിൽ പലരും പുതുമുഖങ്ങളാണ്. മന്ത്രിസഭയിൽ അടക്കം പുതുമുഖങ്ങൾ ആണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച MLA മാർ ആയവർ അവർ തന്നെ ഇപ്പോൾ മന്ത്രിമാർ കൂടി ആകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ 102 വോട്ടുകൾ ആണ് ഇത്തവണ തീർച്ചയായും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ UDFിന് ലഭിക്കാൻ പോകുന്നത്. മറുഭാഗത്തെ LDFിലേക്ക് വരുമ്പോഴാകട്ടെ LDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണി സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടി CPIഎമ്മിന് 26 സീറ്റുകൾ ആണ് ഇപ്പോൾ ഉള്ളത്. CPIക്ക് 8, RJDക്ക് 1. അങ്ങനെ പ്രതിപക്ഷ നിരയിലെ ഇടതുമുന്നണിയുടെ ബെഞ്ച് എന്ന് പറയുന്നത് കേവലം 3 പൊളിറ്റിക്കൽ പാർട്ടികളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് ഇത്തവണ എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം ഇടതുമുന്നണിയുടെ ഭാഗമായി മത്സരിച്ച മറ്റ് പാർട്ടികൾക്ക്, അതിൽ തന്നെ കേരള കോൺഗ്രസ് എമ്മിന് ഉൾപ്പെടെ ഒരു അംഗത്തെ പോലും നിയമസഭയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ LDFിന്, അതായത് AC മൊയ്തീൻ എന്ന LDFിന്റെ സ്ഥാനാർത്ഥിക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാൻ പോകുന്നത് 35 വോട്ടുകൾ ആയിരിക്കും എന്നതാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ NDAയുടെ സ്ഥാനാർത്ഥിയും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എന്നതാണ്. BJPക്ക് ആണ് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുകയും 3 അംഗങ്ങൾ, അതായത് നിയമസഭയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ അംഗങ്ങളെയാണ് ഇത്തവണ നിയമസഭയിലേക്ക് BJP എത്തിച്ചിട്ടുള്ളത്. BJPയുടെ 3 അംഗങ്ങളും ഇതിനോടകം തന്നെ സത്യവാചകം ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ട്. ഗോപകുമാറും V മുരളീധരനും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറും. ഈ 3 വോട്ടുകൾ ആണ് നിലവിൽ ഗോപകുമാറിനെയാണ് മത്സരരംഗത്തുണ്ടാവുക, അതായത് അടുത്ത സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുക എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ 3 വോട്ടുകൾ ആയിരിക്കും BJPയുടെ അല്ലെങ്കിൽ NDAയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിക്ക് ലഭിക്കാൻ പോകുന്നത് എന്നതാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിൽ ഏതെങ്കിലും അംഗം
വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ സഭയിൽ ഹാജരാകാതിരിക്കുകയോ ഒക്കെ ചെയ്താൽ ഈ ടാലി മാറിയേക്കാം. അതിലെടുത്തു പറയേണ്ടത് ഇപ്പോൾ കൃത്യമായൊരു മേൽക്കൈയുണ്ട് UDF-ന് എന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും അംഗങ്ങൾ മാറി നിന്നതുകൊണ്ടൊന്നും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. 1-2 വോട്ടുകൾ പിഴവുകൾ സംഭവിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അത്രയും വലിയ മെജോറിറ്റിയാണ് ഇപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ UDF-നുള്ളത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ആണ് ഇപ്പോൾ കിരൺ ബാബുവാണ് തെരഞ്ഞെടുപ്പിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നത്. കിരൺ, ഇതാ മത്സരരംഗത്തേക്കുണ്ട് എന്ന് LDF-ഉം NDA-യും വ്യക്തമാക്കിയിരിക്കുന്നു. അവർ ആരെയൊക്കെ മത്സരിപ്പിക്കും എന്നതും വ്യക്തമാക്കിയിരിക്കുന്നു. AC മൊയ്തീനും ഗോപകുമാറും ആണ് മത്സരരംഗത്തുണ്ടാവുക. പക്ഷേ അടുത്ത സ്പീക്കർ എന്നത് തീർച്ചയായും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അതിൽ തർക്കമൊന്നുമില്ല. ഇതൊരു ജനാധിപത്യത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ ഒരു സ്ഥാനാർത്ഥിയെ അടക്കം രംഗത്ത് നിർത്തി മത്സരിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് NDA-യും ഒപ്പം LDF-ഉം എത്തുകയായിരുന്നു. അതുതന്നെയാണ് പ്രധാനം. ഈ പ്രതിപക്ഷത്തെ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളും അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. സാധാരണഗതിയിലെല്ലാം ഈ വിഷയത്തിൽ വിജയിക്കാൻ വേണ്ടിയല്ല മത്സരങ്ങൾ നടത്തുന്നത്. സാധാരണഗതിയിൽ പരാജയപ്പെടുമെന്ന് 100% ഉറപ്പായാലും സ്ഥാനാർത്ഥിയെ നിർത്തുക, മത്സരിപ്പിക്കുക, അതൊരു പ്രതീകാത്മകമായ രീതി തന്നെയാണ്. ഇത്തവണയും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. ആദ്യം NDA-യാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. B. ഗോപകുമാറാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയെ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. 3 പേരുടെ പിന്തുണയാണ്. ഗോപകുമാർ അടക്കം 3 വോട്ടാണ് അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത്. മറ്റൊന്ന് LDF-ആണ്. LDF-ൽ നിന്ന് AC മൊയ്തീന്റെ പേരാണ്, മുൻ മന്ത്രി AC മൊയ്തീന്റെ പേരാണ് നാമനിർദ്ദേശം നൽകുക. അദ്ദേഹമായിരിക്കും മത്സരിക്കുക. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDF-ന്റെ സ്ഥാനാർത്ഥിയായി വരിക. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 102 പേരുടെ പിന്തുണയുണ്ട്. സ്വാഭാവികമായും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ തെരഞ്ഞെടുക്കപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അവിടെ ഒരു മത്സരം നടത്തുക എന്നുള്ളത് ചില അപൂർവ ഘട്ടങ്ങൾ മാത്രമാണ്. അങ്ങനെ മത്സരിക്കേണ്ടതില്ല, മത്സരം വേണ്ടതെന്ന് തീരുമാനിക്കുക. ഇതിപ്പോൾ NDA അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് സ്വാഭാവികമായും ഇടതുമുന്നണിക്കും മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ഒന്നുകിൽ അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയോ അല്ലെങ്കിൽ മത്സരം UDF-ഉം NDA-യും തമ്മിൽ എന്നുള്ള അവസ്ഥയ്ക്ക് പോകും. അത് ഒഴിവാക്കാൻ വേണ്ടി കൂടിയാവണം അത്തരമൊരു മത്സരത്തിന് LDF കൂടി തയ്യാറായത്. അതൊരു യഥാർത്ഥത്തിൽ ഈ ഫലത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ ആശങ്കയോ അല്ലെങ്കിൽ കൗതുകമോ ഒന്നും ഈ ഫലത്തിലില്ല. 102 പേരിൽ നേരത്തെ അഭിലാഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ കുറേയേറെ പേർ വന്നില്ലെങ്കിൽ പോലും ഒന്നും സംഭവിക്കാനില്ല. കൃത്യമായി തന്നെ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെടും. യെസ്, അത് തന്നെയാണ് ഇത്തവണ. അതായത് അംഗങ്ങൾ വിട്ടുനിൽക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്താൽ പോലും ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതായത് 102 അംഗങ്ങളുടെ കൃത്യമായ മെജോറിറ്റി UDF-നുണ്ട് എന്നതുകൊണ്ട് തന്നെ ഒപ്പം ഏറെ കൗതുകകരമാകുന്ന ദൃശ്യങ്ങൾ ആണ് നിയമസഭയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ടേമുകളിൽ ഭരണപക്ഷത്തിരുന്ന അംഗങ്ങൾ ഇത്തവണ പ്രതിപക്ഷത്തേക്ക് മാറുന്നു. അവിടെ മുഖ്യമന്ത്രി കസേര അലങ്കരിച്ചിരുന്ന പിണറായി വിജയൻ അദ്ദേഹം പ്രതിപക്ഷ ഭാഗത്തേക്ക് മാറുന്നു. പ്രോട്ടേം സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട G. സുധാകരൻ ഇപ്പോഴിതാ വീണ്ടും സഭയിലേക്ക് എത്തുന്നു. ഇനി മറ്റ് അംഗങ്ങൾ രമേശ് പിഷാരടിയാണ് അടുത്തതായി സത്യവാചകം ചൊല്ലേണ്ടത്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയിലേക്കാണ് വീണ്ടും. സത്യപ്രതിജ്ഞാ ചടങ്ങ് പുനരാരംഭിക്കുകയാണ്. ശ്രീ രമേശ് പിഷാരടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.